ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 പത്രോസ് 3:10 വാക്യം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്തുവിൻ്റെ നാൾ എന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനിടയായി. തെസ്സലോനിക്ക ലേഖനത്തിലാണ് ഈ 2 വാക്കുകളും പറഞ്ഞിരിക്കുന്നത്. അത് പത്രോസ് അപ്പോസ്തലൻ യഹോവയുടെ നാളിനെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പറയുന്നത് അത് കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതായത് അന്ത്യന്യായവിധിയെക്കുറിച്ചാണ് ഈ യഹോവയുടെ നാളെന്ന് പറയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ നാളും യഹോവയുടെ നാളും തമ്മിൽ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണമെന്നുള്ള രീതിയിൽ 1 തെസ്സലോനിക്കർ 5 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് 5 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ആരോടാ പറയുന്നത്? യഹോവയുടെ നാളുണ്ട്, എന്നാൽ ആ നാൾ കള്ളനെ പോലെ വരുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനും പറയുകയാണ്, അത് കള്ളനെ പോലെ വരും, അത് കോപ ദിവസമാണ്. എന്നാൽ നിങ്ങൾ ആ കോപ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളവരല്ല എന്ന് പിന്നീട് എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണമെന്ന് വെച്ചാൽ, നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്, ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിനൊരു വ്യത്യാസം വന്നു. നമ്മുടെ ആധാരമായിരിക്കുന്ന വിശ്വാസം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും അവൻ്റെ പുനരുത്ഥാനവും അവൻ ഇനിയും വരും നമ്മെ ചേർക്കുവാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ റാപ്ചർ എന്ന ആ വിഷയത്തെക്കുറിച്ച്, അതായത് ക്രിസ്തുവിൻ്റെ നാൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ പറയുന്നത് ഈ പത്രോസ് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അതുതന്നെ പൗലോസ് അപ്പോസ്തലനും പറയുന്നു, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. എന്നാൽ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിനുള്ളവരാകയാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. പിന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ആ ഉൽപ്രാപണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹോവയുടെ നാളെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പ്രവചന പുസ്തകങ്ങളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ നാൾ അത് ഒരൊറ്റ ദിവസമൊന്നുമല്ല, കുറേ വർഷങ്ങളുണ്ടത്. ആ കുറേ വർഷങ്ങൾ അന്ത്യന്യായവിധിയാണ്. കർത്താവ് നേരത്തെയും ന്യായവിധി പലതും നടത്തി കഴിഞ്ഞു. കാരണം പ്രവാസകാലങ്ങളെല്ലാം, അതായത് ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതൊക്കെയും അവർക്കുണ്ടായ ന്യായവിധിയാണ്. എന്നാൽ അതിനേക്കാൾ ഒക്കെ കഠിനമായ ന്യായവിധിയാണ് കർത്താവ് വന്നിട്ടും, അതായത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഉള്ള സുവിശേഷം ലോകത്തിൽ പ്രചരിക്കുമ്പോഴും കർത്താവിനെ സ്വീകരിക്കാത്തവർക്ക് അന്ത്യന്യായവിധിയുണ്ട്. അത് വളരെ ക്രൂരമായ ചില പീഡനങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ് കർത്താവ്. അപ്പോൾ എതിർ ക്രിസ്തു വരും, അവൻ ജനത്തെ പീഡിപ്പിക്കും. പിന്നീട് പല സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മുദ്ര പൊട്ടിക്കുന്നതും കലശത്തിൻ്റെ ന്യായവിധികളും കലശങ്ങളുടെ ന്യായവിധി, പല ന്യായവിധികൾ, ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുറേ വർഷങ്ങൾ, അത് 6-7 വർഷങ്ങൾ മഹോപദ്രവ കാലമായിരിക്കും. ആ കാലത്തെക്കുറിച്ചാണ് യഹോവയുടെ നാളെന്ന് പറയുന്നത്. ഈ നാളിനെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലനും പറയുന്നത്. അപ്പോൾ ലോകത്തിന് തന്നെ, അതായത് ഈ ഭൂമിക്കും ആകാശത്തിനുമൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടാകും, വലിയ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നാം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നാം പകലിനുള്ളവരാകയാൽ
നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിശ്വാസവും സ്നേഹവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് നാം സുബോധമുള്ളവരായിരിക്കണം. കാരണം നാം കോപത്തിനുള്ളവരല്ല. നാം ഉറങ്ങിയാലും ഉണർന്നാലും, അതായത് ജീവിച്ചിരുന്നാലും മരിച്ചാലും, നാം കർത്താവിനോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് കർത്താവ് ഒരു രക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അതാണ് ഉൽപ്രാപണം, ക്രിസ്തുവിൻ്റെ നാളെന്ന് പറയുന്നത്. അപ്പോൾ ഈ യഹോവയുടെ നാളെന്ന് പറയുന്നത് യഹോവയെ നിരാകരിച്ചവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്കുള്ള ന്യായവിധിയാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവനാമത്തിന് മഹത്വം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ വലിയ കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഇടയാക്കി. ഞങ്ങളിൽ വിശ്വാസം നീ ഉളവാക്കി. കൃപയാലെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കയാൽ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയ്ക്ക് യോഗ്യരായി ജീവിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ കോപത്തിനുള്ളവരല്ല. നിൻ്റെ രക്ഷയെ പ്രാപിപ്പാനായിട്ട് നീ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ വലിയ ദയയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സ്നേഹത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. സകല മഹത്വം അവിടുത്തേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.